പെരുമ്പടുത്ത് പുതിയ പാലം വന്നപ്പോൾ പഴയ പെരുമ്പൻചെട്ടി ഒരു ഓർമ്മയായി മാറുക എന്നുള്ളതല്ല, ഇപ്പോഴും അവിടെ ബോട്ടുകൾ വരുന്നുണ്ട്. ജങ്കാറ് പഴയ പ്രതാപം നഷ്ടപ്പെട്ട് നിശ്ചലമായി കിടക്കുന്നു. ഓട്ടത്തൊഴിലായ വിജയം പറയുന്നത് കേൾക്കൂ. ഇപ്പൊ നമ്മുടെ പുതിയ പാലം വന്നപ്പോ എന്താണ് നിങ്ങൾക്കുള്ള പാലം വന്നിട്ടുണ്ടെങ്കിൽ പെരുമ്പളത്തിന്റെ ഒരു മാറ്റങ്ങൾ വന്നു, നല്ല ഗുണങ്ങളുള്ള കാര്യം. രാത്രിക്ക് രാത്രി ഒരു അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ല, രാത്രി ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അസുഖം വന്ന് പെട്ടെന്ന് ഒരു എറണാകുളത്ത് കൊണ്ടുപോകേണ്ടി വരിക, അല്ലെങ്കിൽ അക്കരെ പോയിട്ട് കുറച്ച് താമസിച്ചവനായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പാലം വന്നപ്പോൾ എല്ലാം കൊണ്ട് അനുഗ്രഹവും ആണല്ലേ. പിന്നെ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടത്തൊഴിലല്ലേ? അപ്പൊ ഓട്ടത്തൊഴിലേക്ക് ഓട്ടത്തിന് വില നഷ്ടം അതിനൊക്കെ ഉപരിയാണ് അല്ലേ ഇത്? ഇപ്പൊ സ്റ്റണ്ടിന് പറയാൻ പറ്റിയല്ല. പക്ഷേ പണാവളിയിലോ അല്ലെങ്കിൽ തെക്കോട്ട് പോകേണ്ട ആൾക്കാർക്ക് പാലം കെട്ടി ചുറ്റി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതിലെ പേരുണ്ടോ അതിന് ഈ ജെട്ടിക്ക്? ഇത് മാർക്കറ്റ് ജെട്ടി എന്ന് പറഞ്ഞ പൊതുവെ മാർക്കറ്റ് ജെട്ടിയാണ്. അതായത് പെരുമ്പളത്തിന്റെ സെന്റർ ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഷെഡൊക്കെ എന്താ ചുമ്മാ കുത്തിരിക്കാനുള്ള സ്ഥലമായി മാറും? ഇതൊന്നും നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനും കാണാനും പിടിക്കാനൊക്കെ ഒരു സൗകര്യമായിട്ടൊക്കെ വന്നു. ഇവിടെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ചെറിയൊരു പാർക്ക് മാതിരിയൊക്കെ വരികയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് പഞ്ചായത്തുകാരാണ്. സാമ്പത്തികമായിട്ട് പഞ്ചായത്തിനും പല പരാതികളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി മാറില്ല. ഇനി പഞ്ചായത്തിന് ഇനിയിപ്പോ വണ്ടിയൊക്കെ വന്ന് എല്ലാം ഒരു മൊത്തത്തിൽ മാറ്റമല്ലോ, ചേഞ്ച് ചെയ്യില്ല വരുന്നത്. മറ്റൊരു മാറ്റമുണ്ട്. ടൂറിസ്റ്റ് തന്നെ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത്, ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള പുരോഗമനം ഉണ്ടാകാനുള്ള പുരോഗമനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാധ്യതയുണ്ടല്ലേ? പാലം വന്നതോടെ നല്ല പുരോഗതി വരുന്നല്ലേ? ഇതിപ്പോ ദ്വീപെന്ന് പറയാൻ പറ്റില്ല. ദ്വീപല്ല, ജനങ്ങളുടെ വളരെ ഒരു വലിയ പുരോഗതി അല്ലേ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ? കുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുവരാം. പണ്ട് സമയത്തുണ്ടല്ല വരുമ്പോഴത്തേക്കും ഒരു വിവാഹം വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വീപാണല്ലോ. അവിടെ ഒരു രാത്രി വന്നാൽ ഇങ്ങോട്ട് എങ്ങനെ അസുഖം വന്നാൽ പെണ്ണുങ്ങളെ തരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്നല്ലേ? ഇനിയിപ്പോ മാറും. ഇപ്പൊ അതൊക്കെ മാറി. ജങ്കാറ് പഴയ പ്രതാപം നഷ്ടപ്പെട്ട് നിശ്ചലമായി കിടക്കുന്നു. ബോട്ടുകൾ അങ്ങിങ്ങ് വരുന്നുണ്ട്, അപ്പോൾ ജനങ്ങൾ വരുന്നുണ്ട്.